തൃശ്ശൂർക്കാർക്കറിയാം മണലൂർ പ്രഭാത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓല തിയേറ്റർ ഉണ്ടായിരുന്നു. ആ ഓല തിയേറ്റർ നിൽക്കുന്ന സ്ഥലമാണ് ഇടത്. ഞങ്ങൾക്കിനി ഉറക്കമില്ല. നമുക്കിവിടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ചികിത്സകളൊക്കെ നടത്തുന്നുണ്ട്. ആന്റി ഏജിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ, ചുളിവൊക്കെ മാറ്റാളല്ലേ. ബിന്ദു ധനഞ്ജയൻ ഇവിടെ വരുന്നവരെ ഒരു അഭിപ്രായം കേട്ടത് ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നാണ്. ഇങ്ങനെ പ്രഷർ ചെക്ക് ചെയ്യണ ഇത് ഞാൻ ആദ്യമായിട്ടാണ്. ഇവിടെ വെജിറ്റേറിയൻ മീൽസിനൊക്കെ 50 രൂപയുള്ളൂ അത്ര. ഗുജറാത്തിലെവിടെ? അഹമ്മദാബാദ്. ഞാൻ പോഷകാറ് റോഡുകളെ ഇഷ്ടം പോലെ പോണുണ്ട്. ഞാൻ ഇതിന്റെ ഉള്ളിൽ കണ്ടിട്ടില്ല ജീവിതത്തില്. അന്ന് കണ്ടതിനേക്കാളും വെളുത്തു, ഗ്ലൂട്ടാത്തയോണ്ട് വർക്കാവുണ്ട്. മനീഷ് മനോഹർ, നല്ല പേര് മനീഷ് മനോഹർ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, തൃശ്ശൂർക്കാർക്കറിയാം മണലൂർ പ്രഭാത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓല തിയേറ്റർ ഉണ്ടായിരുന്നു. ആ ഓല തിയേറ്റർ നിൽക്കുന്ന സ്ഥലമാണ് ഇടത്. ഓല തിയേറ്ററൊക്കെ പോയി, അതൊക്കെ നിർത്തി. അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണ്. നമ്മൾ കുറച്ച് നാൾ മുന്നേ നമ്മുടെ അമല ഹോസ്പിറ്റലിൻ്റെ അവിടെ അമല നഗറിൽ MM മെഡിക്കെയർ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ അന്ന് നമ്മൾ അതിൻ്റെ MD-നെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൃഷ്ണേന്ദു അതിൻ്റെ GM അല്ല GM അല്ല എന്താ പറയുക MD അല്ല GM അല്ലേ, ജനറൽ മാനേജർ. ഓക്കെ. അപ്പം അന്ന് നമ്മൾ കൃഷ്ണേന്ദുവിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ, കൃഷ്ണേന്ദു. അതെ. അപ്പോൾ ആ വീഡിയോ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് ആ സ്ഥാപനം തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ MM മെഡിക്കെയറിൻ്റെ ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് 4 വർഷമായി. അപ്പോൾ അവർക്ക് ഇതൊന്ന് നമ്മളുടെ ചാനലിലൂടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമായിട്ട് നമ്മളെ അറിയിച്ചതാണ്. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ തൃക്കുന്നത്ത് അമ്പലം ആ ഭാഗത്തേക്ക് കടന്നപ്പോഴേക്കും തൊട്ടുന്ന ചേട്ടന് ഇങ്ങനെ നൊസ്റ്റാൾജിയ വന്നു തുടങ്ങി. അയ്യോ എന്തൊരു ഭംഗിയുള്ള സ്ഥലം. ഇവിടെ ഒരു അമ്പലമുണ്ട്, തൃക്കുന്നത്ത് അമ്പലം. കാഞ്ഞാണി വാടാനപ്പള്ളി റോഡിൽ നിന്ന് വലത്തോട്ടാണ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൃക്കുന്നത്ത് അമ്പലം. അത് കഴിഞ്ഞൊരു 1.5 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അവിടെ കുറെ ആളുകളൊക്കെ ഉണ്ട്. ഈ വീഡിയോ വരുമ്പോൾ ബിന്ദു ധനഞ്ജയൻ ആ ചേച്ചിയൊക്കെ ഇവിടെ അടുത്താണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇതില് ഇവിടെ വരുന്നത് പറയാനേന്ന് ചോദിച്ച് കമന്റ്സ് വരാറുണ്ട്. ഇവിടെ വന്ന് അറിഞ്ഞേ ഞങ്ങൾ വന്ന് കണ്ടേനേന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇപ്പം ഞങ്ങൾ ഈ നടന്നു വന്ന ഈ ഏരിയ എന്ന് പറയണത് പാർക്കിംഗ് ഏരിയ ആണ്. ഇഷ്ടം പോലെ പാർക്കിങ്ങിന് സ്ഥലമുണ്ട്. അങ്ങനെ ആണ് ഈ ഹോസ്പിറ്റല്. അന്ന് നമ്മൾ അമല നഗറിലത്തെ MM മെഡിക്കെയറിൻ്റെ അവിടേക്ക് വന്നപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ MD-നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാണ് ആ കാണുന്നത്. അപ്പോൾ ആളുടെ വീടിൻ്റെ അവിടെ ചേർന്നിട്ടുള്ള ഈ സ്ഥലം തന്നെ ആൾ വാങ്ങി. അങ്ങനെ സ്വന്തം നാട്ടുകാർക്ക് ഉപകാരമുണ്ടാകുന്ന വിധത്തിൽ ആളൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആൾക്ക് ഇതിൻ്റെ സെൻറ്ററിലും വേറെ സ്ഥലങ്ങളിലൊക്കെ, അതായത് നല്ല സ്ഥലങ്ങൾ ഉണ്ടായിട്ട് ആൾ അവിടെ ഒന്നും ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. ആളുടെ വീടിനോട് ചേർന്ന് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ആളുടെ സ്വന്തം നാട്ടുകാർക്ക് തന്നെ ഒരു സർവീസ് കിട്ടണം എന്നുള്ള ഇതിലാണ് ആളിവിടെ ഒരു ഹോസ്പിറ്റൽ ആരംഭിച്ചത്. അപ്പോൾ ഇവിടെ 25ഓളം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്. സ്കിൻ കെയറും എല്ലാ ഗൈനക്കോളജി അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുള്ള 24 മണിക്കൂറും സേവനമുള്ള എല്ലാ എന്താ പറയുക ലാബും എക്സ്റേ സ്കാനിങ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടത്. ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ ഷോപ്പിലത്തെ ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ദിവയെന്ന് വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് കൃഷ്ണേന്ദു സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ ദിവയിലത്തെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റലൊക്കെ ഒന്ന് നടന്ന് കാണാം. പിന്നെ കാര്യങ്ങളൊക്കെ കൃഷ്ണേന്ദു പറഞ്ഞു തരും. അപ്പം ഇനി ഉള്ളിൽ കയറി, അവിടെ നല്ല വെയിൽ. നമുക്കിനി കാഷ്വാലിറ്റിയിലേക്ക് ആയും തന്നെ കയറാം. ഇതാണ് കാഷ്വാലിറ്റി. ഇവിടെ നമുക്കൊരു 4 ബെഡ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാഷ്വാലിറ്റിയിലാണ് ചെയ്യുന്നത്. അതുപോലെ ECG നൈറ്റ് വരുന്ന പേഷ്യൻസൊക്കെ കാഷ്വാലിറ്റിയിൽ വന്നു. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാഷ്വാലിറ്റി ഉണ്ട്, പിന്നെ എക്സ്റേ യൂണിറ്റ്, പിന്നെ ഫാർമസി, പിന്നെ നമ്മൾ പുതിയതായിട്ട് കോസ്മെറ്റോളജി വിഭാഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും താഴത്തെ ഫ്ലോറിൽ തന്നെയാണ്. ഇത് ആണ് ഇവിടുത്തെ ഫാർമസി കേട്ടാ. ഇവിടെ ആദ്യം സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ, അതായത് കൺസൾട്ടേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ. അമലേര ഇവിടെ ഹൈഡ്രാ ഫേഷ്യലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഓക്സിജീനിയോ ഫേഷ്യലാണ്, അതുപോലെ PRP GFC ഹെയർ ലോസിനുള്ളത്, IV ഗ്ലൂട്ടാത്തയോൺ, പിന്നെ ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സും. ആന്റി ഏജിങ് ഒക്കെ ഉണ്ട് ഇവിടെ, ചുളിവൊക്കെ മാറ്റാനുള്ളതല്ലേ, സ്കിന്ന് തൂങ്ങണമൊക്കെ ടൈറ്റ് ആക്കാനായിട്ടുള്ള ആന്റി ഏജിങ്
പിന്നെ പിന്നെ മറ്റേ ഇതുണ്ടാ സ്കിൻ ടാഗ് റിമൂവൽ അങ്ങനത്തെ ഒക്കെ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നമുക്ക് അതൊക്കെ ഇവിടെയാണോ അല്ലാതും? അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറാം അല്ലേ? അപ്പോൾ ഡെർമറ്റോളജി വിഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം നമ്മൾ കയറിയിട്ടാ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. അപ്പോൾ ഇവിടെ ഡോക്ടർ സ്വപ്നയാണ് ഡെർമറ്റോളജിസ്റ്റ്. ഡോക്ടറെ നമുക്ക് പരിചയപ്പെടാം. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ ഭാഗത്തുള്ള സൗന്ദര്യ ആരാധകർ, സൗന്ദര്യം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടേക്ക് വരാം. ഇവിടെ പുതുതായിട്ട് കുറേ സംഭവങ്ങൾ, ആദ്യം കൺസൾട്ടേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ പ്രൊസീജിയറും കാര്യങ്ങളും പീലിംഗ് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഡോക്ടർ തന്നെ പറഞ്ഞു തരും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. നമുക്കിവിടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ചികിത്സകളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് കുറുടെ ചികിത്സ, സ്കാർസ്, ആക്നെ സ്കാർസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും, പിന്നെ ഹെയർ ലോസ് ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ ഈ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയും, അതായത് കോയിൻ ഷേപ്പിൽ മുടി കൊഴിയും. അപ്പോൾ അങ്ങനത്തെ ചികിത്സ. അത് മാത്രമല്ലാണ്ട് നമുക്ക് സ്കിൻ ടാഗ് റിമൂവൽ, വാച്ച് റിമൂവൽ, മോൾ കരുമ്പുള്ളി അതൊക്കെ എടുക്കാനുള്ള ഒരു അതൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഓക്സിജീനിയ ഫേഷ്യൽ. ഞാൻ അതാണ് ചോദിക്കാൻ വരണേ, അതെന്താ സംഭവം? എൻ്റെ അടുത്ത് കൃഷ്ണ ഇത് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇവിടെ ഹൈഡ്രാ ഫേഷ്യൽ ഉണ്ടോന്ന്. അവിടെ ഉണ്ടല്ലോ അമലയുടെ അവിടെ. അപ്പൊ ഇവിടെ ഹൈഡ്രാ ഫേഷ്യൽ അല്ല, ഈ പറഞ്ഞ ഓക്സിജീനിയ ഫേഷ്യൽ ആദ്യമായിട്ടാണ് കേൾക്കണത്. അതെന്താ സംഭവം? അത് നമുക്കിപ്പോൾ നാളെ ഒരു അക്കേഷൻ, ഒരു പാർട്ടി, എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഗ്ലോ വേണം, ബ്രൈറ്റൻ അപ്പ് ആവണം എന്ന് പറയുമ്പോൾ നമുക്കത് ഓക്സിജീനിയ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്നതാണ്. ഡൗൺ ടൈം ഇല്ല, നോ ഡൗൺ ടൈം. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ഒരു പാർട്ടിക്ക് നല്ല ഒരു ബ്രൈറ്റൻ അപ്പായി പോവാനുള്ള. പിന്നെ അത് മാത്രമല്ല, അത് റെഗുലറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ റിങ്കിൾസും അങ്ങനത്തെ ഫൈൻ ലൈൻസ് ഇതൊക്കെ മാറും. പിന്നെ കറുത്ത പാടുകൾ ഇതൊക്കെ മാറും. പിന്നെ മെലാസ്മയ്ക്കും കൂടി ഇത് നല്ലൊരു, ഇപ്പം മെലാസ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഇല്ല, പക്ഷേ മെലാസ്മനെ നമുക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. അതൊന്ന് ലൈറ്റൻ ആക്കാം, പിഗ്മെന്റേഷൻ ഒന്ന് ലൈറ്റൻ ചെയ്യാം ഇത് റെഗുലർ ആയിട്ട് ചെയ്തു പോകുമ്പോൾ. ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വരുന്ന വലിയൊരു പ്രോബ്ലമാണ്, ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പാട്, ഒരു ഭൂപടം പോലെ ഇങ്ങനെ പാടിങ്ങനെ വരും. അതൊരു ഹോർമോണൽ ഫാക്ടേഴ്സിന്റെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. വെയിൽ കൊണ്ടുള്ളതൊക്കെ കൂടി ഉണ്ട്. പിഗ്മെന്റേഷൻ, ഈ മെലസ്മ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഇത് നല്ലതാണ്. ഞാൻ മറന്നു പേര്. ഓക്സിജീനിയോ ഫേഷ്യൽ. അതിന്റെ മെഷീനൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഓക്സിജീനിയോ ഫേഷ്യലിന്റെ മെഷീനാണ് കേട്ടത്. ഇത് കുറേ ടൈം എടുക്കോ? ഇതൊരു 30 to 40 minutes പ്രൊസീജിയർ. സ്കിൻ അനുസരിച്ചാണ്. ഡോക്ടർ വീട് എവിടെയാ? ഉള്ളൂർ. ശരിക്കുള്ള വീട് തൃശ്ശൂർ, ചെന്നൈ. അങ്ങനെ പറ. ഇത് നമുക്ക് വരുന്നത് ഇതിൽ 2 പ്രോബ് വരാണ്. 2 പ്രോബ് കൂടാണ്ട് നമുക്ക് വേറെ ഒരു ക്യാപ്സുജൻ എന്ന് പറഞ്ഞാൽ ഇത് 3 സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി പ്രോബാണ്. റേഡിയോ ഫ്രീക്വൻസി പ്രോബ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യും, അതായത് കൊളാജൻ പ്രൊമോട്ട് ചെയ്യും സ്കിന്നിൽ. അതുകൊണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന സെക്ഷനാണ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, ഓക്സിജീനിയോ. ഈ ഓക്സിജീനിയോ സംഭവം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് അതിൽ സിറം ഒന്ന് അപ്ലൈ ചെയ്യും. സിറം ജസ്റ്റ് ഹാഫ് സിറം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഓക്സിജീനിയോ ഈ ക്യാപ്സുജൻ അതിൽ ഫിക്സ് ചെയ്യും. ഇതിൽ ഒരു മരുന്നുണ്ട്, കോജിക് ആസിഡ്, അങ്ങനെ പല സിറംസും ഉള്ളതാണിത്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് അതിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മസാജ് ചെയ്യും. അധികം ഇതിൽ ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടാവും. ഈ RF ഒരു ചെറിയ ഒരു ഹീറ്റ് ഉണ്ടാവും, കാരണം സ്കിൻ ടൈറ്റനിങ് വേണ്ടിയിട്ട്. ഓക്സിജീനിയോയിൽ നമ്മൾ ഇത് ജസ്റ്റ് ഈ ഹെഡും ആ ജെല്ലും തമ്മിൽ ഒരു റിയാക്ഷൻ ആകുമ്പോൾ ഒരു ബബിൾസ് വരും. അതൊന്നുമില്ല, ജസ്റ്റ് സ്കിന്നിന് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള ഒരു കാപ്പിലറീസിലേക്ക് ഓക്സിജൻ സപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ ഓക്സിജൻ സപ്ലൈ കിട്ടുമ്പോൾ തന്നെ സ്കിൻ നല്ല നറിഷ് ആവും, നല്ല അതിൻ്റെ പിഗ്മെൻറ്റേഷനും റിങ്കിൾസും ഒക്കെ മാറിക്കിട്ടും. കൂടാണ്ട് ഇതിൻ്റെ കൂടെ ഒരു പ്രൊസീജിയറും കൂടി ഉണ്ട്, അതായത് ഇതിൻ്റെ കൂടെ തന്നെ ജെന്റൽ എക്സ്ഫോലിയേഷനും നടക്കുന്നത്. അതായത് ഡെഡ് സ്കിൻസ് ഉള്ള അതൊക്കെ, ഡെഡ് സെൽസ് ഒക്കെ നമ്മൾ റിമൂവ് ആവും. നമ്മൾ ഒന്നും അറിയാണ്ട് തന്നെ ഈ 2 പ്രോസസ്സും കൂടി ഇതെല്ലാം നടന്നു പോകും. അപ്പോൾ ഈ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം ഈ ക്യാപ്പ് റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സിറം ജസ്റ്റ് അപ്ലൈ ചെയ്യുക. നൗ ദ സ്കിൻ ഇസ് വെരി ഫ്രഷ് ടു അക്സെപ്റ്റ് ഓൾ ദി ന്യൂട്രിയൻസ് ഓഫ് ദ ജെൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കൂടി ജസ്റ്റ് ഒന്ന് ജെന്റിൽ മസാജ്, വേറെ ഒരു ക്യാപ്പും കൂടി അതും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ക്രീം സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ജെന്റിൽ ഒരു 10 minutes മസാജ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്കിൻ വളരെ അപ്പം തന്നെ നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. വ്യത്യാസം അപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ ആണ്. അപ്പോൾ ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാട്ടാ. സ്റ്റെപ്പ് കയറാം. അപ്പോൾ കൃഷ്ണേന്ദുവിന് സ്റ്റെപ്പ് കയറാൻ വയ്യാന്ന്, അത് കാരണം ഞങ്ങൾ ലിഫ്റ്റിൽ കയറാൻ പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടാ. ഇവിടെ എന്തൊക്കെയുണ്ട്?
ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ റിസപ്ഷൻ വരുന്നത്. ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് എടുക്കാൻ റിസപ്ഷൻ. പിന്നെ അതുപോലെ നമ്മുടെ ലബോറട്ടറി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ലബോറട്ടറി, ഇതാണ് ലബോറട്ടറി അല്ലേ? ഇതാണ് ലബോറട്ടറി കേട്ടാ. ജസ്റ്റ് ഉള്ളിൽ കാണാം, മെഷീൻസ് ഒക്കെ കാണാം. ശരി. ആദ്യമായിട്ടാണ് ഒരു ലാബിൻ്റെ ഇതുപോലത്തെ ഇങ്ങനത്തെ ഇത്രയും ഉള്ളിലേക്ക് വരുന്നത് കേട്ടോ, മെഷീൻസ് ഒക്കെ കാണുന്നത്. ഇവിടെ കാണിക്കാനുള്ളത് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. പറഞ്ഞു. അതെ, ഇവിടെ നമ്മൾ ലാബിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ മെഷീൻസും തന്നെ ഫ്രാൻസ് നിർമ്മിതമാണ്. അതായത് നമ്മൾ അമലയിലെന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴും മെഷീൻ്റെ ക്വാളിറ്റി ഇപ്പോഴും നമ്മൾ നോക്കാറുണ്ട്. വിഡാസ് എന്ന് പറഞ്ഞ മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ് ഈ മെഷീനൊക്കെ. നമ്മുടെ ഹോർമോൺ മെഷീനാണ്. അപ്പം നമ്മൾ ഇപ്പോഴും മെഷീൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാറില്ല. അപ്പോൾ എല്ലാ മെഷീൻസും നല്ല ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. ഹോർമോണിൻ്റെ എല്ലാ ടെസ്റ്റുകളും ഈ വിഡാസിലാണ് ചെയ്യുക. സാധാരണ ഇപ്പോൾ എല്ലാ ലാബുകളിലും ഓരോ പാക്കേജുകളുണ്ട്, ഓരോ ബോഡി ചെക്കപ്പുകളുടെ പാക്കേജുകൾ. ഓരോന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യണതിനേക്കാളും പാക്കേജുകളാകുമ്പോൾ നമുക്ക് പൈസയ്ക്ക് ലാഭം ഉണ്ടായിരിക്കും അല്ല? ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് ഓൾറെഡി പാക്കേജ് എടുത്തിരിക്കുന്നത്. നമ്മൾ അപ്പോൾ ഇവിടെ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് പാക്കേജുകളുണ്ട് കേട്ടോ. അതിനെ കുറിച്ചിട്ട് എന്താ പേര്? ശിശിര. ശിശിര പറഞ്ഞു തരും. നമുക്കിപ്പോൾ ഉള്ളത് ഫുൾ ബോഡി പാക്കേജ് ഉണ്ട് 5000 രൂപ വരെ. അപ്പോൾ അതിൽ നമുക്ക് എല്ലാതും വരുന്നുണ്ട്. നമുക്ക് ബ്ലഡ് ടെസ്റ്റ്, കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് എല്ലാതും വരുന്നുണ്ട്. പിന്നെ അതിൽ സ്പെഷ്യൽ ടെസ്റ്റുകൾ വരുന്നുണ്ട്. സ്പെഷ്യൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? വൈറ്റമിൻ ഡി, HbA1c, പിന്നെ അങ്ങനത്തെ. അതായത് നമ്മൾ കൂടുതൽ ഇവിടെ ചെയ്യുന്ന എല്ലായിടത്തും കൂടെ സ്പെഷ്യൽ ടെസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പാക്കേജ് ഫുൾ ബോഡിയിൽ. പിന്നെ എക്സ്ട്രാ നമുക്ക് സ്കാനിങ് വരുന്നുണ്ട്. സ്കാനിങ് വരുന്നുണ്ട്, കാർഡിയാക്കിന്റെ കൺസൾട്ടേഷൻ വരുന്നുണ്ട്, ഫിസിഷ്യൻ കൺസൾട്ടേഷൻ വരുന്നുണ്ട്, ENT കൺസൾട്ടേഷൻ. അപ്പൊ നമുക്ക് ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും കൺസൾട്ടേഷനും ആയി. ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ലാബുകളിൽ ബ്ലഡ് എടുക്കും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ബ്ലഡിന്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്യും. ഇത് അതിന് പുറമെ സ്കാനിങ് ഉണ്ട്, പിന്നെ ഡോക്ടറെ കാണുകയും ചെയ്യാം നമുക്ക്. ഫിസിഷ്യൻ, ENT ഒക്കെ കൺസൾട്ടേഷനും അടക്കമാണിത് അല്ലേ വരുന്നത്. അതിന് 5000 രൂപയാണ്, 4999. ഓക്കെ. പിന്നെ നമുക്ക് അതിന്റെ താഴെ വേണമെങ്കിൽ ഉള്ള ടെസ്റ്റുകൾ, അതായത് ഇതിൽ ഏതെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ടെസ്റ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് സാധാരണ കോമൺ ആയിട്ടുള്ള ടെസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ 2999. അതിൽ നമ്മൾ എക്സ്ട്രാ അൾട്രാസൗണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്കാനിങ് ഉണ്ട്. ഇതിലിപ്പോൾ ചില പേഷ്യൻസിന് ഇതൊന്നും വേണ്ട, ബ്ലഡ് ടെസ്റ്റ് മാത്രം മതി എന്നുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് ഈ 1800 പാക്കേജ് കൊടുക്കാറുണ്ട്. ലിവർ അതിലെല്ലാതും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് കംപ്ലീറ്റ് വരും, ഫുൾ ബോഡി കംപ്ലീറ്റ് ആയിട്ട് വരും. അപ്പോൾ അതിൽ ഈ സ്കാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചില പേഷ്യൻസിന് ഇത്രയും മതിയായിരിക്കും. അപ്പോൾ നമ്മൾ അതിനുള്ള പാക്കേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡയബറ്റിക്കിന്റെ മാത്രമായിട്ടുള്ള പാക്കേജ് ഉണ്ട്, അതായത് ഷുഗർ പേഷ്യൻറ്റിൻ്റെ. അപ്പോൾ അവർക്ക് ചില പേഷ്യൻസ് ഇപ്പോൾ നമുക്ക് അത് ചോദിച്ച് വരാറുണ്ട്, ഡയബറ്റിക്കിന്റെ മാത്രം ഉണ്ടോ എന്ന് വെച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിനായിട്ടുള്ള ഒരു പാക്കേജും കൂടി ഇട്ടിട്ടുണ്ട്. അതിന് നമുക്ക് 850 വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതായത് കോമൺ ആയിട്ട്, അതായത് നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ടെസ്റ്റിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ടെസ്റ്റുകൾ, അതായത് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് എടുത്തിട്ട്, അപ്പോൾ ലിവർ ഫംഗ്ഷനിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള 2 ടെസ്റ്റ്, SUT, SGPT. അപ്പോൾ നമുക്ക് അത് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ കിഡ്നി ഫംഗ്ഷനിലെ മെയിൻ ആയിട്ടുള്ള ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്, അതാണ് എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൽ 2 ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ടെസ്റ്റുകളുടെയും മെയിൻ ആയിട്ട് മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഫുൾ ബോഡി അറിയണ്ട, നമുക്ക് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം മതി എന്നുള്ളവർക്ക് 900 രൂപയുടെ പാക്കേജ് ഉണ്ട്. അപ്പോഴും ഏതാണ്ട് ഫുൾ ബോഡി കവർ ആവും അല്ലേ? അതെ, ഫുൾ ബോഡി. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ പാക്കേജ് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ക്യാൻസർ മാർക്കേഴ്സ് വരുന്നുണ്ട്, ക്യാൻസറിന്റെ ടെസ്റ്റുകൾ. അത് ക്യാൻസറിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സംശയം, ക്യാൻസർ ഉണ്ടോ എന്ന്. അപ്പൊ ഏതെങ്കിലും ഭാഗത്ത് ക്യാൻസർ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതെ. അതിപ്പോൾ മെന്നിന് സെപ്പറേറ്റും വുമണിന് സെപ്പറേറ്റും അങ്ങനെയുണ്ട് ടെസ്റ്റുകൾ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ ഫോർ മെൻ എന്ന് പറയുമ്പോൾ PSA, CA 90.9, AFB, CA ഇതിലിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ വുമണും ഉള്ളതുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ലാബ് നല്ല അടിപൊളി ലാബാണെന്ന്. നമ്മൾ മെഷീനുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഫ്രാൻസിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെയ്ഡ് ഇൻ ഫ്രാൻസ് മെഷീനറീസാണ് എല്ലാം ഉള്ളത്. അപ്പോൾ അതിൻ്റെ പാക്കേജുകളും നല്ലതാണ്. ഇവിടെ ഇങ്ങനെ ഓഫീസ് ടൈം പോലെയായിരുന്നു ഇവിടെ ഈ ക്ലിനിക്കിൽ. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ. അതിപ്പോൾ ഒരു 2-3 മാസമായിട്ട് 24 മണിക്കൂറാക്കി. അപ്പോൾ ഇവരെ അതിനെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്തിട്ടെന്നറിയോ? ഞങ്ങൾക്കിനി ഉറക്കമില്ല. കേട്ടോ,
അങ്ങനെയൊക്കെ അത് ഭയങ്കര ഹിറ്റായി എന്നാണ് കൃഷ്ണേന്ദു പറയണത്. പിന്നെ ഈ ലാബിനെ കുറിച്ച് എന്തൊക്കെയോ പറയാനുണ്ട് കൃഷ്ണേന്ദുവിന് പറഞ്ഞു. നമുക്ക് ലാബ് ഹോം കളക്ഷൻ സൗകര്യമുണ്ട്. വീടുകളിൽ വന്നിട്ട് സാമ്പിൾസ് ഒക്കെ എടുക്കും. അതുപോലെ നമുക്കിത് ഇപ്പോൾ ഒരു 8 ബ്രാഞ്ചായി നമുക്ക് ലാബ് മാത്രമായിട്ട്. അതിൻ്റെ ഒരു 4 ബ്രാഞ്ചും നാളെയും മറ്റന്നായിട്ട് നമ്മൾ ഇനോഗ്രേഷൻ വാടാനപ്പള്ളി, കെട്ടുങ്ങല്, എടശ്ശേരി, കാഞ്ഞാണി 3 കൂടി ഇതുപോലത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ലാബ്, എല്ലാ മെഷീൻസ് ഉണ്ട്. ഇത്രയധികം മെഷീൻ, ഇത് മെയിൻ സെന്റർ ആണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആ മെഷീൻ ബ്ലഡിന്റെ ടെസ്റ്റുകളായിരിക്കും അവിടേക്ക് ഉള്ളത് അല്ലേ? ഓക്കെ. അപ്പം അങ്ങനത്തെ മൊത്തം 8 ബ്രാഞ്ച് ലാബിന് 8 ബ്രാഞ്ചുകൾ. അതിലത്തെ 4 എണ്ണത്തിന് 2 ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം നടക്കും. യെസ്. അപ്പോൾ നമുക്ക് പുറത്ത് കയറാം. ശരിക്കും ആദ്യം കയറേണ്ട സ്ഥലമാണ് റിസപ്ഷൻ. അവിടേക്ക് നമ്മൾ ഇതേ ഇപ്പോൾ കയറാൻ പോകുള്ള ലാബിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ ഇപ്പുറത്താണ് റിസപ്ഷൻ ഉള്ളത്, ക്ലിനിക് റിസപ്ഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു ഒരു ബിന്ദു ചേച്ചീനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി നമ്മൾ വരുന്നത് അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണേന്ദു വിളിച്ചറിയിച്ചതാണ്. കാരണം ആൾ ഇവിടെ വന്നിട്ട് ഇവർക്ക് അറിയാം. പിന്നെ അന്ന് നമ്മുടെ അമലേരെ അവിടുത്തെ വീഡിയോ ചെയ്തതിൽ ആ ബിന്ദു ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മിക്കവാറും കമൻറ്റ് റീഡിങ്ങിൽ ബിന്ദു ധനജൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ചേച്ചിയുടെ കമൻറ്റ് വായിക്കാറുണ്ട്. അപ്പോൾ അന്ന് ആ അമലത്തെ വീഡിയോയിൽ ചേച്ചി കമൻറ്റ് ഇട്ടത് പിൻ ചെയ്തുമ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ളത് ചേച്ചീനെ അറിയിച്ച കാരണം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ചേച്ചീൻ്റെ കമൻസ് വായിച്ച് എനിക്ക് ആ ചേച്ചീനെ നല്ല പരിചയമായി, ആളെ കണ്ടിട്ടില്ലെങ്കിലും. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കാണലും കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞു കേട്ടാ. ഒരു വട്ടം കൂടിയും കച്ചിയാ, ഒരു വട്ടം കഴിഞ്ഞതാ. അയ്യോ അങ്ങനെ. അപ്പം ഇതാണ് ബിന്ദു ധനജൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും കമൻറ്റ് ഇടുന്ന ആള്. അപ്പം ഞാൻ പറയായിരുന്നു എൻ്റെ മനസ്സിലുള്ള രൂപം ഇതായിരുന്നില്ല, ഞാൻ ഇത്തിരി വണ്ണവും ഉയരൊക്കെ ആയിട്ടുള്ള ഒരു രൂപമായിരുന്നു. അതെനിക്കറിയില്ല, പേര് വലുതായത് കൊണ്ടാണോ എന്നറിയില്ല. ചിലവരുടെ പേര് വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലൊരു രൂപം വരും. അതെ. അപ്പം അങ്ങനെ പിന്നെ ഇത്തിരി കൂടി പ്രായം ഉള്ള ആളായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ ചേച്ചി ചെറുപ്പക്കാരിയാണ്. ഉദ്ദേശിച്ചത് പറയണ്ട, ആരോടും പറയണ്ട. അപ്പൊ ചേച്ചിയുടെ വീട് ഇവിടെ തൊട്ടടുത്ത അതെ. എന്തിനപ്പോ സ്ഥിരം വരുന്നപ്പോ കുറെ അസുഖങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴത്തെ ഡോക്ടർ രഞ്ജിത് ഭാരതൻ സാറ്, ഡോക്ടർ ആശ മാഡം, യൂട്രസിന്റെ അസുഖത്തിന് അങ്ങനെയൊക്കെ ആയിട്ട് സ്ഥിരം. ചേച്ചി അന്നത്തെ വീഡിയോയിൽ കമന്റ് ഇട്ടുണ്ടായിരുന്നു ഇവിടെ മണലൂരുകാർക്ക് ഭയങ്കര ഒരു ആശ്വാസം ആണ് ഈ ക്ലിനിക്ക്. ചേച്ചി ഇവിടെയാണ് വരാറ്, നല്ല പെരുമാറ്റം, സ്റ്റാഫിന്റെ പെരുമാറ്റം, അതുപോലെ ഡോക്ടേഴ്സ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആശ്വാസം തന്നെയായിട്ടാ. അപ്പൊ ഇവിടെ ഈ 4 വർഷമായിട്ടുണ്ടല്ലോ ഈ ഹോസ്പിറ്റലിൽ. അപ്പൊ 4 വർഷമായിട്ട് ചേച്ചി ഇവിടെ സ്ഥിരം അടുത്ത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ വന്നപ്പോ സന്തോഷം. അതേന്ന് ഇവിടെ തൊട്ടടുത്ത വീട് അല്ല, ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. പിന്നെ അമ്മയുടെ മോനെ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് ഇവിടെ പ്രഭാ തിയേറ്റർ. അതെ. അപ്പൊ ഇങ്ങോട്ട് സിനിമ കാണാനും വന്നിട്ടുണ്ടാവും. സിനിമ കാണാൻ അധികം പറഞ്ഞയക്കില്ല, കാരണം നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അധികം വന്നിട്ടില്ല. ഈ ക്ലിനിക്കിന്റെ സൂപ്പർവൈസറാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, ഗ്രീഷ്മ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടേക്ക് റിസപ്ഷനിലേക്ക് കയറിയപ്പോഴാണ് നമ്മുടെ ബിന്ദു ചേച്ചീനെയൊക്കെ കണ്ടത്. അപ്പോൾ ഇതാണ് റിസപ്ഷൻ. അപ്പോൾ ഇവിടെ ആര് വന്നാലും നേരെ ആദ്യം വരേണ്ടത് ഇങ്ങടാണ് അല്ലേ? എന്നിട്ട് നമ്മൾ ഏത് പേഷ്യൻ്റ് ആയാലും, ഇപ്പോൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനായാലും വേറെ എന്ത് എൻക്വയറി ബുക്കിംഗ് ഒക്കെ ആണെങ്കിലും ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്തിട്ടാണ് അവർ നമ്മൾ ഡോക്ടറെ കാണിക്കുക. അതുപോലെ ഇവർ ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഇവിടെ നിന്ന് ഫയൽ ഓപ്പൺ ചെയ്ത് നമ്മൾ എല്ലാ പേഷ്യൻസിനും വൈറ്റൽസ് ചെക്ക് ചെയ്ത് കൊടുക്കും. വൈറ്റൽസ് ചെക്ക് ചെയ്തിട്ട് അവർ കൺസൾട്ടേഷൻ റൂമിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഇപ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെയുള്ളത് 2 ഡോക്ടേഴ്സ് ഉണ്ട്, 2 കൺസൾട്ടേഷൻ ഉണ്ട്. അത് ഏതൊക്കെ നമ്മൾ ഡിപ്പെൻസ് ആണ്, ഓരോ ഡോക്ടേഴ്സ് നമുക്കുണ്ട്. എല്ലാ സ്പെഷ്യാലിറ്റീസും വരുമ്പോൾ നമ്മൾ മാറ്റി ഓരോ ഒപ്പിയിലേക്ക് ആക്കിയിടും. താഴെ ഒരു റൂമിൽ നമുക്ക് RMO നമുക്ക് 24 hours ആണ് നമ്മൾ. അപ്പോൾ നമുക്ക് RMO ഇവിടെ എപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് റൂമിൽ ഡോക്ടർ അതുല്യ ഉണ്ട്. ഈ ഡോക്ടർ തന്നെ ആയിരിക്കില്ല അല്ലേ? ഡോക്ടേഴ്സ് ഉണ്ട്, മാറി ഉണ്ടാവും. ഗുഡ് ഈവനിങ്. ഡോക്ടർ എത്ര വർഷമായി ഇവിടെ കയറിയിട്ടുള്ളൂ? ഓക്കെ. ഇനി ഇവിടെ ഒരു കൺസൾട്ടേഷൻ റൂം ഉണ്ട് നമുക്ക് ഇവിടെ. ഇവിടെ ഇപ്പോൾ ഡോക്ടർ ഇല്ല. അതിങ്ങനെ ഡോക്ടേഴ്സ് മാറി ഇരിക്കില്ലേ? നമുക്ക് എല്ലാ സ്പെഷ്യാലിറ്റീസും ഉണ്ട്. അവർക്ക് അവരുടെ ഓരോരുത്തരുടെയും ടൈം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ടൈമില് അവര് ഇരിക്കും ഇവിടെ. പിന്നെ ഇവിടെ നഴ്സിംഗ് സ്റ്റേഷൻ ആണ്. ഇവിടെയാണ് വൈറ്റൽസ് ഒക്കെ നോക്കുക. വൈറ്റൽസ് BP ഒക്കെ നോക്കാം. നിങ്ങളെല്ലാം ഇപ്പോഴും മാസ്ക് വെച്ചിട്ട് നിൽക്കാം. അതിപ്പോ ഷൂട്ടിംഗ് കാരണം വെച്ചതാണോ, മുഖം കാണാണ്ടിരിക്കാൻ വേണ്ടി? എല്ലാവരും മാസ്ക് ആണ്, ഞങ്ങൾ മാസ്ക് ഉണ്ട് അല്ലേ?
ഇവിടെ വരുന്നവരെ ഒരു അഭിപ്രായം കേട്ടത് ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നാണ് കേട്ടത്. അതെ, നിങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാ? അതെ. നമുക്കൊന്ന് ബി പി ഒക്കെ നോക്കണമെങ്കിൽ ഇവിടെ നോക്കുക കേട്ടോ. അന്ന് വെറുതെ ഒന്ന് ബി പി നോക്കാൻ്റെ കൂടുതലുണ്ടോ കുറവുണ്ടോ പറയാം. അറിയാലോ. ഈ അടിപൊളി മെഷീനാണല്ലോ. ഇങ്ങനെ പ്രഷർ ചെക്ക് ചെയ്യണ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ സാധനം. ഇവർ കൂടുതൽ ഫ്രണ്ട്ലി ആവാൻ കാരണേ ഈ നാട്ടുകാർ തന്നെയാണല്ലോ ഇവിടുത്തെ പേഷ്യൻസ് വരുന്നവർ മുഴുവൻ. അപ്പോൾ സ്വന്തം നാട്ടുകാരോട് നമുക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അല്ലേ? എന്ന് ചോദിച്ചാൽ പുറമെയുള്ളവർ വന്നാലും ഇവര് സ്നേഹം ഉണ്ടായിരിക്കും കേട്ടാ. നീ പുറമെയുള്ളവർ വരാണ്ടിരിക്കണ്ടേ ഇനി അതാലോചിച്ചിട്ട്. എന്റെ പ്രഷർ പറയും BP നോർമൽ അല്ലേ? യെസ്, നോർമലാണ്. ഉണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഇനി എവിടേക്ക് പോണ്ടേ? ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോർ. ആ, നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് കടന്നു. അപ്പോൾ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. നമ്മൾ അന്ന് MD പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര് ഞാൻ മറന്നുപോയി. മനീഷ് മനോഹർ. അപ്പോൾ മനീഷ് മനോഹറിൻ്റെ ചേട്ടനാണ് ഇതെന്നാണ് ഞാൻ വിചാരിച്ചത്. ചേട്ടനല്ല, അച്ഛനാണ്. അപ്പോൾ ആള് പറയണേ 45 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ശൈശവ വിവാഹമല്ലോ. അപ്പം മകൻ്റെ ഈ സംരംഭത്തിനെ കുറിച്ചിട്ട് എന്തിനാ പറയാനുള്ള അച്ഛന്? ആക്ച്വലി നമ്മൾ ഇത് മുന്നേ വേറെ കടകളായിരുന്നു താഴത്തൊക്കെ. അപ്പോൾ നമ്മൾ ഒരു ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടുത്തെ അന്തരീക്ഷം നമുക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല ഗൾഫിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തെന്ന് തോന്നി, ഒരു ക്ലിനിക്ക് തുടങ്ങിയാലെന്ന് ഞാനാണ് കൂടുതൽ അവനോട് ഇങ്ങനെ പറഞ്ഞത്. അതിൻ്റെ ബേസിലാണ് നമ്മളിങ്ങനെ തുടങ്ങി. പിന്നെ അത് വലുതായി നമ്മൾ ഇത്രയ്ക്കായിരുന്നു അല്ലേ? ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഇവരെ വീട് വരുന്നത്. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും MD ഇവിടെ ഉണ്ടാവില്ല. അപ്പം അച്ഛനാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം അല്ലേ? നമ്മളിപ്പോൾ അവിടെ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ടല്ലോ, അമലേര. അവിടേക്കും പോവാറുണ്ടോ? അവിടെ ഇടയ്ക്ക് പോകും. കൂടുതൽ ഇവിടെ ഇരിക്കും. ഇവിടെ നമുക്ക് കടന്നാൽ പോരല്ലേ? വീട്ടിലത്തെ കാര്യം നോക്കല്ലേ. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് സ്റ്റെപ്പ് കയറി വന്നു. നമ്മൾ പറഞ്ഞു ഇവിടെ 25ഓളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ എല്ലാവരും ഒരേ ടൈമിലല്ല ഇരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്തുള്ളവരെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ ഡെർമറ്റോളജിയിലത്തെ മെയിനായിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ ദിവ്യ നായർ. വേനൽക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ മേലിങ്ങനെ ഇങ്ങനത്തെ ചുണങ്ങ് എന്ന് പറയുന്ന സാധനം അതിങ്ങനെ നിറയെ പൊന്തും. ഇങ്ങനെ ആദ്യം റെഡ് കളറിൽ വരും. നന്നായി വിയർത്ത് പണിയെടുക്കുമ്പോഴാണ് വരിക. അതെ, വേർപ്പ് കാരണം തന്നെയാണ് വരിക. ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ചുണങ്ങ് എന്ന് പറയുന്നത്. അങ്ങനെ നല്ല ചുമപ്പ് കളറിൽ തടിച്ചു കിടക്കും, പിന്നെ അത് വെള്ള കളറാവും. അങ്ങനെ അത് പിന്നെ സീസണിലും വരാട്ടോ. ചില സീസണിൽ കൂടും, തന്നെ ചിലപ്പോൾ പോവുകയും ചെയ്യും. അതാണ്. അപ്പോൾ ആന്റി ഫംഗൽ ക്രീംസ് ഒക്കെ പരട്ടി അത് തന്നെ സബ്സൈഡ് ആയി പോവും. പിന്നെ കുറച്ച് നാള് വരക്കണം, 30 days ഒക്കെ അതാണ് പതിവ്. അതുകൊണ്ട് അത് പോവില്ല, പിന്നെ വരും. പിന്നെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ചേട്ടൻ പറയും പാരമ്പര്യമാണെന്ന് പറഞ്ഞിട്ട്. അതങ്ങനെ പാരമ്പര്യം ഒന്നല്ല, അല്ല, ഇത് വേർപ്പ് നിന്നിട്ട് വരണ ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഉണ്ടാവും. വെയില് കൊള്ളുമ്പോ പ്രോമിനന്റ് ആവും. കുറച്ച് എഴുതി തരാം. പരട്ടണം, പക്ഷെ 1 മാസം അടുപ്പിച്ച് പരട്ടണം. ഇതുപോലെ വട്ടം വട്ടായിട്ട് പുറത്തൊക്കെ ഇങ്ങനെ വലിയ വലിപ്പത്തില്. അപ്പൊ അതെഴുതാല്ലേ? ക്രീം അജിത് കുമാർ, 56. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയും വയസ്സ്. ചേട്ടൻ പറഞ്ഞാലേ സമാധാനം ഉണ്ടാവില്ല. ക്രീം ഒരു 2 നേരം, പക്ഷെ ഒരു 30 days ഒക്കെ യൂസ് ചെയ്യാം. കുളി കഴിഞ്ഞിട്ട് പരട്ടിയിട്ടാൽ മതി. പിന്നെ ഈ ആന്റി ഫംഗൽ സോപ്സ് കിട്ടില്ല, കീറ്റോ അങ്ങനത്തെ സോപ്പുകളുണ്ട്. അപ്പൊ അതും കൂടെ യൂസ് ചെയ്താൽ നല്ലതാണ്. ഇതിന്റെ കൂടെ ഒരു ബോഡി ഫുള്ള് അങ്ങനെ ഒരു ഇത് കിട്ടില്ല. പിന്നെ സ്പ്രെഡ് ചെയ്യുന്നവർക്കൊക്കെ പിന്നെ ടാബ്ലറ്റ്സും ഇതൊക്കെ ഉണ്ട്. അവിടെ തന്നെ സെയിം സ്ഥലത്തന്നെ, കുഴപ്പമില്ല. 2 നേരം കുളി കഴിഞ്ഞിട്ട് പിന്നെ സോപ്പ്. നമ്മൾ വന്നിട്ടുള്ളത് ഡെന്റലിന്റെ ഭാഗത്തേക്കാണ് കേട്ടോ. ഡോക്ടർ പ്രൊസീജിയർ ചെയ്യാം. ഇവിടുത്തെ ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടറാണ് രഞ്ജിത്ത് ഭരതൻ. ഡോക്ടർ രഞ്ജിത്ത് ഭരതൻ. മിനി കിഷോർ അല്ലേ? ഇപ്പോൾ തലവേദന വല്ലതുണ്ടോ? അപ്പോൾ വെയിറ്റ് കൂടുതലല്ലോ അല്ലേ?
സമ്മറാണല്ലോ വരുന്നത്, അപ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും സമ്മർ ടിപ്സ് തരാനുണ്ടോയെന്ന് നോക്കാം. ഇപ്പോഴത്തെ ചൂട് ഭയങ്കര എന്താ പറയുക, എങ്ങനെയാ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഈ കൊല്ലം നല്ല ഇതായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ സിപ്സിൽ വെള്ളം കുടിക്കുക. കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസ് ആയിട്ടുള്ളത് ഇത് കുറച്ച് കുറയ്ക്കുക. കാരണം വെച്ചാൽ അത് കൂടുതൽ കഴിച്ചാലും നമുക്ക് ദാഹം കൂടുകയുള്ളൂ. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ തേഴ്സ്റ്റ് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു ലൈം ജ്യൂസ് കുറച്ച് ഉപ്പിട്ടിട്ട്, അതല്ലെങ്കിൽ ഇളനീര്, ഇങ്ങനത്തെ വേണമെങ്കിൽ കുടിക്കാം. AC യൂസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഒരു വല്ലാണ്ട് കൂളിങ്ങിൽ വയ്ക്കരുത്. കാരണം നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും. ചിലപ്പോൾ ഈ ചൊറിച്ചിലുള്ള ആൾക്കാർക്കൊക്കെ അത് കൂടുതൽ ഫ്ലെയർ അപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ അതെക്കാട്ടും നല്ലതെന്ന് വെച്ചാൽ ഒരു മിനിമം ഒരു 23-24 മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഫാനിൻ്റെ യൂസേജ് കഴിയുന്നതും കുറയ്ക്കാൻ നോക്കാൻ പറയാം. ചിലർക്ക് അത് ഫാൻ യൂസ്ഡ് ആയതുകൊണ്ട് അത് ചെറിയ സ്പീഡിലിട്ടായിരിക്കും അത്ര നല്ലത്. കാരണം ഇതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ സമ്മറിൻ്റെ കൂടെ ഇപ്പോൾ റംദാൻ ടൈം കൂടെയാണ്. അപ്പോൾ അവർക്കും എന്ന് വെച്ചാൽ ഈ നോമ്പിൻ്റെ സമയത്ത് അവർക്ക് ഉച്ച സമയത്തൊക്കെ ഒന്നും പാടില്ല. അപ്പോൾ അവർക്ക് എന്താ ശ്രദ്ധിക്കുക വെച്ചാൽ ആ നോമ്പ് എടുക്കുന്ന സ്റ്റാർട്ടിങ്ങിന് മുമ്പ് തന്നെ അത്യാവശ്യം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കുക, കഴിയുന്നതും ഉറങ്ങാൻ നോക്കുക. അതായിരിക്കും കുറച്ച് ആപ്റ്റ് ആവുക. പിന്നെ അടുത്ത നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ അവർക്ക് ഫ്രൂട്ട് ഇതൊക്കെ ആയിട്ട് കഴിക്കാം. ഷുഗറുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ലിമിറ്റേഷനാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളത് വേറെ തന്നെയാണ്. അതിൻ്റെ മെഡിസിൻസൊക്കെ നമ്മൾ അതിനനുസരിച്ചിട്ട് ടൈട്രേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്ര കാര്യം ശ്രദ്ധിക്കുക, ഇത്ര വേണ്ടു. ഞങ്ങളിവിടേക്ക് ഷൂട്ടിങ്ങിന് വരുമ്പോഴേ ജഗ്ഗുവിൻ്റെ അടുത്ത് ഉണ്ടോയെന്ന് ചോദിച്ചു. അവൻ അവിടെ വീട്ടിലുണ്ട്, പഠിക്കാതിരിക്കുന്നുണ്ട്. മറ്റന്നാൾ പരീക്ഷയാണല്ലോ, 5-ാം തീയതി തുടങ്ങുമല്ലോ. അപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൻ ചോദിച്ചത് അവിടെ അമലേര അവിടെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ആദ്യം ചോദിച്ച കാര്യം അവിടുത്തെ പോലത്തെ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടോയെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് ഇവിടെ ഉണ്ടാവില്ലല്ലോ, അത് അവിടെയല്ലേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് നല്ല വെറൈറ്റി ഫുഡുകൾ നമ്മളന്ന് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു അതിവിടെ ഉണ്ടാവില്ല എന്ന്. പക്ഷെ അതിവിടെ ഉണ്ട് കണ്ട. ഇവിടെ വെജിറ്റേറിയൻ മീൽസിനൊക്കെ 50 രൂപയുള്ളൂ അത്രേ. ഇവിടുത്തെ ഫുഡ് ഇപ്പം ഞങ്ങൾ കഴിക്കാൻ നിൽക്കണില്ല. ഞാനൊരു ചായ കുടിക്കുന്നുണ്ട്. വേറെ ഇവിടെ എന്താ സ്നാക്സ് വല്ലതും ഉണ്ടോ നോക്കട്ടെ കേട്ടാ. ചേച്ചി എന്തൊക്കെയുള്ള സ്നാക്സിൽ ഇപ്പോൾ സമോസ ഉണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, പക്കവാടി ഉണ്ട്, പിന്നെ ബ്രെഡ് പക്കവാടി ഉണ്ട്, പഴംപൊരി ഉണ്ട്, ഉണ്ണുവട തീരാറായി. 4 ഉണ്ടാക്കിയത് 2 ഉണ്ട്. ചേച്ചിയാണോ അല്ലാതെ ഉണ്ടാക്കിയത്? ഞങ്ങളല്ല, ഞങ്ങൾ 3 ആളും. ഈ ചേച്ചി ഗുജറാത്തിയാണെന്ന് അടിപൊളിയായിട്ട് മലയാളം പറയും. എത്ര വർഷമായി കേരളത്തിൽ വന്നിട്ട്? 20 കൊല്ലായി. 20 കൊല്ലായാ? മലയാളിയെ കല്യാണം കഴിച്ചേ ആണോ? അതെങ്ങനെ സംഭവിച്ചു? പിന്നെ അവിടെ ചാട്ട് ഐറ്റംസിൽ പാനിപ്പൂരി, ഭേൽപൂരി, പിന്നെ നഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മള് ചേച്ചിയുടെ പേരെന്താ? സുനിത. അതൊക്കെ പറഞ്ഞു. ഗുജറാത്തിലെവിടെ? അഹമ്മദാബാദ്. ഞങ്ങൾ പർച്ചേസിങ്ങിന് വരുന്നുണ്ട് അഹമ്മദാബാദിൽ. അന്ന് കണ്ടതിനേക്കാളും വെളുത്തു. ഗ്ലൂട്ടാത്തയോണ്ട് വർക്കാവുണ്ട്. ഞങ്ങളെ ചായ കുടി എല്ലാം കഴിഞ്ഞു, ഷൂട്ടിങ് കഴിഞ്ഞു, ചായ കുടിക്കാൻ വന്നതാ. ആളെ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ, അമലയുടെ അവിടെ. അപ്പോൾ ഇദ്ദേഹമാണ് മനീഷ് മനോഹർ. നല്ല പേര് മനീഷ് മനോഹർ. ഈ സ്ഥാപനത്തിൻ്റെ MD ആണ് കേട്ടാ. ശരി, ചായ കുടിക്കാൻ വരില്ല? പുറത്തുനിന്നുള്ള ആളുകളും വന്ന് ചായ കുടിക്കിട്ടാ, ഭക്ഷണം കഴിക്കൂട്ടാ. ഇവിടുത്തെ ആശുപത്രി വരുന്നവർ മാത്രല്ല. ഞാൻ പോഷ കാറ് റോട്ടിലൂടെ ഇഷ്ടം പോലെ പോണുണ്ട്. ഈ കാറ് തൊട്ടടുത്ത് ഇവിടെ കാറ് ഞാൻ ഇതിന്റെ ഉള്ളിൽ കണ്ടിട്ടില്ല ജീവിതത്തിൽ. ഒന്ന് തുറന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കേറണമെന്നില്ല, എനിക്ക് കാണാൻ വേണ്ട ഉള്ളു. പോഷ എന്നുള്ളത് ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ പോഷ കാറിൽ ഞാൻ ഇതാണ് പോഷ. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സമാധാനായ നമ്മുടെ MDയുടെ അച്ഛനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ പേര് ഞാൻ മറന്നുപോയി. മനോഹർ. അത് ശരി, മനീഷ് മനോഹറിലത്തെ മനോഹറാണിത്. ഞാൻ പറഞ്ഞത് വെറുതെയാണ്. നോക്കിയേ, കണ്ടാ തോന്നുന്നു ഒരു അച്ഛന് പോനാന്ന്. നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഒന്നും ഇവിടെ വരുമോന്ന് ചോദിച്ചു വിളിച്ചപ്പോൾ ആള് പറയാം മേക്കപ്പ് ചെയ്തിട്ട് വരാന്ന്. അതൊക്കെ വരും, ഒക്കെ വരും, ഒന്നും കെട്ടിയത് കളയില്ല.
അപ്പോൾ ആൾക്ക് നമ്മുടെ MD-ക്ക് മനീഷ് മനോഹറിന് ഈ വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡൊക്കെ കിട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആള് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം നമുക്ക്. ഹോസ്പിറ്റലിനെ കുറിച്ചും ഇനി വേറെ വല്ല ഡ്രീംസ് ഉണ്ടോ അതിനൊക്കെ കുറിച്ചും ഒക്കെ പറഞ്ഞോ. തീർച്ചയായിട്ടും. 4 വർഷം മുമ്പ് കോവിഡ് ടൈമിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായത്. അത് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രവാസിയാണ്. 2005 തൊട്ട് ഞാൻ പ്രവാസ ജീവിതം ആരംഭിച്ചതാണ്. ഞാൻ ആ സമയത്ത് വളരെ ആ ഒരു 10-15 വർഷത്തോളം കാലഘട്ടങ്ങളിൽ ഞങ്ങൾ പോയി വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. പ്രവാസി ലോകം എന്ന് പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണല്ലോ. ഇടയ്ക്ക് വരുന്നു പോകുന്നു, പിന്നെ ബിസിനസ്സും തുടങ്ങിയപ്പോൾ അതിൻ്റേതായ തിരക്കുകളൊക്കെ ആയി. അങ്ങനെ ഞാനിവിടെ കോവിഡ് ടൈമിൽ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓപ്പറേഷനെല്ലാം ദുബായിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ നമ്മുടെ നൈബർ ആയിട്ടുള്ള പല ആൾക്കാർക്കും അസുഖങ്ങളൊക്കെ വന്ന് കോവിഡ് സിറ്റുവേഷൻ ഇതുപോലെ അല്ലായിരുന്നല്ലോ, വേറൊരു രീതിയായിരുന്നു. ഇപ്പോഴുള്ള ഒരു വിധത്തിലല്ലായിരുന്നു നമ്മുടെ സിറ്റുവേഷനൊക്കെ. പലരും അത് മറന്നുപോയിട്ടുണ്ടായിരിക്കാം. അന്ന് ആ സിറ്റുവേഷനിൽ ഇവിടെ തന്നെ നമ്മുടെ പലരും മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീട്ടിലെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ നമുക്കിവിടെ നല്ലൊരു ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നല്ല ഇങ്ങനെ ഒരു സ്ഥാപനമില്ലേ, ഞങ്ങൾക്ക് തൃശ്ശൂർ വരെ പോകണം, ഈ ഭാഗത്തുള്ള ആൾക്കാർക്കെല്ലാം തൃശ്ശൂർ വരെ പോകണം, ഒരു അൾട്രാസൗണ്ട് എടുക്കാനോ അല്ലെങ്കിൽ ഒരു അങ്ങനെ നല്ല നല്ല ഡോക്ടേഴ്സിനെ കാണാനോ ഒക്കെ ആയിട്ട്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ കാണാൻ. അതുകൊണ്ട് നമ്മൾ ആ ഒരു വിഷനിലാണ് ഞാനിത് സെറ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓരോ വർഷവും ഞങ്ങളത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളിത് 24 മണിക്കൂറാക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇതുവരെ എത്തിയിരിക്കുന്നത്. ഇനിയും ഞങ്ങൾ അതെ അത് തീർച്ചയായും പെട്ടെന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടുന്ന് കിട്ടിയ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾ ഇതിനെ പല ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാബുകൾ വരുന്നുണ്ട്, ഞങ്ങളുടെ ക്ലിനിക്കുകൾ വരുന്നുണ്ട്. നിങ്ങൾ ലാസ്റ്റ് അവിടെ വന്നത് അമലയിലുള്ള സ്കിൻ ആൻഡ് ഹെയർ അഡ്വാൻസ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലാണ്. ഇനിയും ഞങ്ങൾ ഇതിൻ്റെ ബ്രാഞ്ചസുകൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട്. ഇനി നിങ്ങളെല്ലാം ഓൾറെഡി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം കഴിഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തായാലും പോകാൻ നേരത്തെ ആൾ വന്നതുകൊണ്ട് ആളും കൂടി വീഡിയോയിൽ വന്നു. അതെ, നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ ഒന്ന് കാണാം. ഇവിടെ 40ഓളം സ്റ്റാഫ് ഉണ്ട്. എല്ലാവരും കാണിക്കാൻ പറ്റില്ല, കാരണം ഷിഫ്റ്റ് 24 മണിക്കൂർ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കാണല്ലോ. പലർക്കും ഷിഫ്റ്റൊക്കെയാണ്, ചിലർ അവിടെ ലാബിലൊക്കെയാണ്. അപ്പോൾ അവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ വരാൻ പറ്റുന്നവരാണ്. രാവിലെ തുടങ്ങിയതല്ലേ ഡ്യൂട്ടിയിലെ, അതിൻ്റെ ആയിരിക്കും ക്ഷീണം എല്ലാവർക്കും. ഷിഫ്റ്റാണ്. ഇപ്പൊ കഴിയാറായില്ലേ ഇവരുടെ? പോയി.